The Lord God is building a beautiful mansion which is called New Jerusalem. അത് ദൈവം ഒരു പുതിയ യെരൂശലേമിനെ അടിത്തറയിട്ട് തന്റെ പണി ആരംഭിച്ചിരിക്കുന്നു. The building work is continuing. ഇപ്പോഴും അതിന്റെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. That beautiful mansion is called New Jerusalem. ആ പുതിയ ആലയത്തിന്റെ പേര് പുതിയ യെരൂശലേം എന്നാണ്. The foundation stone is the Lord Jesus Christ. അതിന്റെ അടിസ്ഥാനക്കല്ല് മൂലക്കല്ല് യേശുക്രിസ്തുവാണ്. So the foundation stone is a tried, tested stone. ആ കല്ലിന്റെ പ്രത്യേകത അത് ശോധന ചെയ്ത കല്ലാണ്. So you and I are also brought as a living stone. നാം എല്ലാവരെയും ജീവനുള്ള കല്ലുകളായിട്ടാണ് അത് കർത്താവ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. 1 Peter chapter 2 verse 4 and 5. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. 1 Peter chapter 2 verse 4 and 5. 1 പത്രോസ് 2-ന്റെ 4-5 വാക്യങ്ങൾ. To whom coming as unto a living stone, disallowed indeed of men, but chosen of God and precious, ye also a living stones are built up a spiritual house, a holy priesthood, to offer up spiritual sacrifice acceptable to God by Jesus Christ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. Here we find you and I, every born again believer has got a privilege to become a stone of New Jerusalem. ഇവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം എല്ലാവരും സ്വർഗീയ യെരൂശലേമിന്റെ പുതിയ യെരൂശലേമിന്റെ ഒരു കല്ലായി സ്തോത്രം തിരഞ്ഞെടുക്കപ്പെടുവാൻ ദൈവം നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. You have got the privilege to become a stone, a precious stone. ഒരു വിലപ്പെട്ട കല്ലായി കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം കിട്ടി. But as a stone, trials are there. അതെ, ഒരു കല്ലെന്ന നിലയിൽ ഒരു കാര്യം ഓർമ്മിക്കുക, ശോധന അതിന് പിന്നിലുണ്ട്. If you withstand all trials, then you are qualified to be a stone of New Jerusalem. എല്ലാ പരിശോധനയുടെ കടന്നുപോയ ശേഷം മാത്രമേ പുതിയ യെരൂശലേമിലെ ജീവനുള്ള കല്ലായി അംഗീകരിക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. So every trials gives you a qualification. അതുകൊണ്ട് ഓരോ പരിശോധനയും ഓരോ ശോധനയും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയാണ്. Do you hear me? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? This is not just a preaching, but this is a teaching session. ഇത് വെറും ഒരു പ്രസംഗമല്ല, വാസ്തവത്തിൽ ഇവിടെ പഠിപ്പിക്കുകയാണ്. I know all of you are born again people. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വീണ്ടും ജനിച്ചവരാണെന്ന്. So every trial, every problem that comes before you gives a qualification. അതെ, എല്ലാ പ്രശ്നങ്ങളും എല്ലാ ശോധനകളും ദൈവസന്നിധിയിൽ വരുവാൻ നിങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയാണ്. Every trial that comes before you, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കഷ്ടങ്ങളും എല്ലാ ശോധനകളും every problems, എല്ലാ പ്രശ്നങ്ങളും gives you a qualification. നിങ്ങൾക്ക് ഒരു യോഗ്യത നൽകുന്നു. For example, to be a doctor, you have to pass MBBS. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആകണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും MBBS പാസ്സാകണം. But if you have to become a specialist, you have to go through some special qualification. എന്നാൽ ഒരു സ്പെഷ്യൽ ഡോക്ടർ ആയി തീരണമെങ്കിൽ പ്രത്യേകതയുള്ള ചില പരിശോധനകളിലൂടെ നിങ്ങൾ കടന്നുപോയേ മതിയാവും. If you want to become a heart specialist or a surgical specialist, you have to go through some specialist courses. ഒരു സർജിക്കൽ സ്പെഷ്യലിസ്റ്റ് ആകണമെങ്കിലോ അല്ലെങ്കിൽ ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ആകണമെങ്കിലോ പ്രത്യേകതയുള്ള സ്പെഷ്യൽ ആയിട്ട് ഒരു കോഴ്സിലൂടെ പോയേ പറ്റുള്ളൂ. Similarly, to become a stone of New Jerusalem, you have to go through many courses of trials. അതുപോലെ തന്നെ പുതിയ യെരൂശലേമിന്റെ ഒരു കല്ലായി തീരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ ആയി തീരണമെങ്കിൽ അവൻ പരിശോധനയുടെ ഒരു കോഴ്സിലൂടെ നിങ്ങൾ പോയേ മതിയാകും. It is not one course or two course or three course, number of
courses. അത് ഒന്നോ രണ്ടോ കോഴ്സുകളല്ല, അത് അസംഖ്യം കോഴ്സുകളിലൂടെ നിങ്ങൾ കടന്നുപോയേ മതിയാകും. So the day you accepted Jesus, you have entered into a regular courses of God. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ഉടനെ തന്നെ നിങ്ങൾ ഒരു കോഴ്സിലേക്ക് പ്രവേശിക്കുകയാണ് ഉണ്ടായത്. A series of courses before you. തുടർമാനമായ ഒരു കോഴ്സ്, പരിശോധനയുടെ കോഴ്സ് നിങ്ങളുടെ മുമ്പിലുണ്ട്. Do you hear me? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? How many of you understood this? എത്ര പേർക്ക് അത് മനസ്സിലായി? Many do not know this. പലർക്കും ഇത് അറിയത്തില്ല. Many think that if I come Jesus Christ, I'll pray and I'll get a blessing, I'll get a job, I get all the blessing, and God will come and pick me up and put me in New Jerusalem. അതെ, പലരും വിചാരിക്കുന്ന യേശുക്രിസ്തുവിൽ വന്ന ഉടനെ ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ദൈവത്തെ ആരാധിക്കും, ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എന്നെ ഉയർത്തും, അവൻ എന്നെ പുതിയ യെരൂശലേമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്നാണ്. Oh, when the trumpet sounds, I'll be changed like him. അതെ, ആ കാഹളം ധ്വനിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് രൂപാന്തരപ്പെടും, അവനെ പോലെയാകുമെന്ന് എല്ലാവരും So പറയും. after accepting Jesus Christ, all my problems will be over. അത് യേശുവിനെ സ്വീകരിച്ചതോടുകൂടെ എന്റെ എല്ലാ പ്രശ്നവും തീർന്നു എന്നാണ് ചിലർ My വിചാരിക്കുന്നത്. job problem is over. അത് എന്റെ ജോലി പ്രശ്നം അവസാനിച്ചു, My money problem is over. സാമ്പത്തിക പ്രശ്നം അവസാനിച്ചു, My sickness problem is over. രോഗത്തിന്റെ പ്രശ്നം അവസാനിച്ചു, My family problem is over. കുടുംബ പ്രശ്നങ്ങൾ അവസാനിച്ചു. If there is any problem, then I'll go to a pastor. അത് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പാസ്റ്റർ അടുക്കൽ കടന്നു He പോകും. will just put his hand and bless me. All my problems will go. അദ്ദേഹം തന്റെ കൈവച്ച് പ്രാർത്ഥിക്കും, അതോടെ എല്ലാ പ്രശ്നം തീരുകയും ചെയ്യും. This is devil's teaching. ഇത് പിശാചിന്റെ പഠിപ്പിക്കലാണ് സഹോദര. This is Satan's teaching. ഇത് പിശാചിന്റെ ഉപദേശമാണ്. These days, Satan anointed many preachers. ഈ നാളുകളിലായി സാത്താൻ ഒരുപാട് പ്രസംഗകരെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. These Satan anointed preachers will come and preach blessing, blessing, blessing. സാത്താൻ അഭിഷേകം ചെയ്ത പ്രസംഗകർ വന്നിട്ടാണ് അനുഗ്രഹം 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 എന്ന് പ്രസംഗിക്കുന്നത്. People are also happy. ജനങ്ങൾക്കും വലിയ സന്തോഷമാണ്. Oh, if I go there and I just stand before him, will bless me, my family problem will be over. അത് ഞാൻ അവന്റെ മുമ്പിൽ ചെന്ന് അത് വണങ്ങി ഒന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേക്കും എന്റെ എല്ലാ പ്രശ്നവും തീർന്നു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. My family problem is over, my relation problem is over, my money problem is over. Oh, Jesus will come and take me home. എന്റെ കുടുംബ പ്രശ്നങ്ങളും എന്റെ ബന്ധുക്കളുടെ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം തീർത്ത് കർത്താവ് വരുമ്പോൾ എന്നെ അവൻ കൊണ്ടുപോകും. Oh, hallelujah, I'll sing and dance and I'll be taken up. അതെ, നമുക്ക് ഹല്ലേലൂയ പാടി അത് നൃത്തം ചെയ്ത് ആരാധിക്കാം. അത് നമുക്ക് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമല്ലോ. My dear, this is from Satan. എന്റെ പ്രിയ സഹോദര, ഇത് സാത്താനിൽ നിന്നും വരുന്നതാണ്. The great deceiving spirit, which is called Holy Spirit. It is not the Holy Spirit. In the name of the Holy Spirit, deceiving spirit come and deceive preachers and believers. പരിശുദ്ധാത്മാവിന്റെ പേരിൽ വഞ്ചനയുടെ ആത്മാവ് വ്യാപരിച്ചിട്ട് പ്രസംഗകരെയും വിശ്വാസികളെയും ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. I pray that you may not be deceived of that. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ വഞ്ചനയിൽ നിങ്ങൾ അകപ്പെടരുതെന്നാണ്. Friends, Jesus Christ said 2 ways. കർത്താവ് പറഞ്ഞു രണ്ട് വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. One is broad way, another is narrow path. ഒന്ന് ഇടുങ്ങിയ വഴി, മറ്റൊന്ന് വിശാലമായ വഴി. The narrow path leads to life and the broad way leads to destruction. ഇടുങ്ങിയ വഴി ജീവനിലേക്ക് നയിക്കുമ്പോൾ വിശാലമായ പാത നാശത്തിലേക്ക് നയിക്കുന്നതാണ്. Some of you think that after you accepted, you are already in the narrow path. പലരും ചിന്തിക്കുന്നത് യേശുവിനെ സ്വീകരിച്ചതോടുകൂടെ നിങ്ങൾ ആ അത് ഇടുങ്ങിയ വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നതെന്നാണ്. My dear friend, you accepted Jesus Christ, you have taken water baptism, you are filled with the Holy Spirit so that you are prepared to choose the narrow path. എന്റെ പ്രിയ സഹോദര, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കഴിയുന്നതോടുകൂടെ നിങ്ങൾ ഇടുങ്ങിയ പാതയിലേക്ക് പ്രവേശിക്കുവാനുള്ള തെരഞ്ഞെടുപ്പിലെത്തിയിട്ടേ ഉള്ളൂ. You are being prepared to choose the narrow path. അത് ആ ഇടുങ്ങിയ പാത തെരഞ്ഞെടുക്കുവാനുള്ള ഒരുക്കം മാത്രമാണ് ഈ സ്നാനവും അഭിഷേകവുമെല്ലാം. How many of you understood that? എത്ര പേർക്ക് അത് മനസ്സിലായി? I am sorry to say that majority of the believers are outside the narrow path.
ഞാൻ പറയട്ടെ, ഭൂരിഭാഗം വിശ്വാസികളും ഈ ഇടുങ്ങിയ പാതയ്ക്ക് പുറത്താണ്. If I stay one step more forward, many of the preachers are also not entered into the narrow path. ഒരു വാക്കുകൂടെ കടത്തി പറഞ്ഞാൽ പല പ്രസംഗകരും ഇതുവരെ ആ ഇടുങ്ങിയ പാതയിലേക്ക് പ്രവേശിച്ചിട്ടുകൂടെയില്ല. So you accepting Jesus Christ, taking water baptism, being filled with the Holy Spirit, all these things just prepares you to enter into the narrow path. അതുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിക്കുന്നതെല്ലാം ഇടുങ്ങിയ പാതയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ഒരുക്കം മാത്രമാണ്. Why God wants you to walk through the narrow path? എന്തുകൊണ്ട് നിങ്ങൾ ഇടുങ്ങിയ പാതയിലൂടെ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു? He paid for our sins. നമ്മുടെ പാപത്തിന് വേണ്ടിയിട്ട് അവൻ വില മുടക്കി കഴിഞ്ഞല്ലോ. Then why we should walk through the narrow path? പിന്നെ നമ്മൾ എന്തിനാണ് ഈ ഇടുങ്ങിയ പാതയിലൂടെ മുമ്പോട്ട് പോകുന്നത്? My dear, our outer man has got lot of desires inside. എന്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ പുറമേയുള്ള മനുഷ്യന് ഒരുപാട് ഇച്ഛകളുണ്ട്. Flesh and seeds of desires are there. ഈ ജഡത്തിൽ അതേ പാപത്തിന്റെ ഒരുപാട് വിത്തുകൾ ഒളിഞ്ഞു കിടക്കുകയാണ്. And when you walk through the narrow path, your flesh is crushed and that seeds of desires goes out. അങ്ങനെ നിങ്ങൾ ഇടുങ്ങിയ പാതയിലൂടെ പോകുമ്പോൾ നിങ്ങളുടെ ജഡം തകർക്കപ്പെടുകയും ആ ജഡത്തിന്റെ വിത്തുകൾ, പാപത്തിന്റെ വിത്തുകൾ പുറത്തു പോകുകയും ചെയ്യും. And that's how day by day you get qualified to be with the Lord. അങ്ങനെയാണ് ഓരോ ദിവസവും ദൈവത്തോട് കൂടെ വസിക്കുവാൻ നിങ്ങൾ യോഗ്യതയുള്ളവരായി തീരുന്നത്. Therefore, loving you and me, God gives us this courses of suffering. അതുകൊണ്ട് എന്നെ നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ് ദൈവം ഈ കഷ്ടതയുടെ കോഴ്സ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. Hebrew chapter 2 verse 10. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, Hebrew chapter 2 verse 10. എബ്രായ ലേഖനം 2:10. For it became him for whom are all things and by whom are all things, in bringing many sons unto glory, to make the captain of their salvation perfect through sufferings. സകലത്തിലും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. Hallelujah. Praise the Lord. It is pleased the heavenly God that his son go through sufferings. അത് ദൈവത്തിന്റെ ഓമനകുമാരനായ കർത്താവായ യേശുക്രിസ്തു കഷ്ടതയിലൂടെ കടന്നുപോയി. It is pleased the heavenly God. അത് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവത്തിന് ഇഷ്ടമായി. അവരെ കഷ്ടതയിലൂടെ കടത്തിവിടുന്നത് ദൈവത്തിന് ഇഷ്ടമായിരുന്നു. Hallelujah. Praise the Lord. When the Son of God goes through the path of suffering, it pleased the heavenly God. അതേ ദൈവത്തിന്റെ ഓമനകുമാരൻ കർത്താവായ യേശുക്രിസ്തു കഷ്ടതയിലൂടെ കടന്നു പോകുന്നത് ദൈവത്തിന് പ്രസാദമായിരുന്നു. In him there was no sin. അവന്റെ ജീവിതത്തിൽ പാപമില്ലായിരുന്നു. But as a man he had to go through many sorrows and difficulties. എന്നാൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരുപാട് ദുഃഖങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ അവൻ കടന്നു പോകേണ്ടിയിരുന്നു. That's why in Isaiah 53 we read he was a man of sorrows. അതുകൊണ്ടാണ് അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ അവൻ ദുഃഖിതനായിരുന്നു നമ്മൾ വായിക്കുന്നത്. So he went through many physical difficulties. മാത്രമല്ല ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെ യേശു കർത്താവ് കടന്നു പോവുകയായി. So as all I believe many of you know the difficulties and hardship Jesus went through. നമുക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു കടന്നുപോയ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാം. I read it many times. I cry when I read a special portion. അത് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പലപ്പോഴും കരഞ്ഞു പോയിട്ടുണ്ട്. In one portion he says all went to their homes, he went up to the mountain. അത് എല്ലാവരും അവരുടെ വീടുകളിലേക്ക് പോയപ്പോൾ യേശു കർത്താവ് പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയി.